സർക്കാർ വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിച്ചു. കാസർകോട്ടെ ചെങ്ങറ പുനരധിവാസ പദ്ധതി താളം തെറ്റി. പെരിയ വില്ലേജിൽ അനുവദിച്ച ഭൂമി പതിച്ചു നൽകാതെയും കൃഷിക്കും വാസയോഗ്യവുമല്ലാത്തതുമായ പ്രദേശം നൽകിയെന്നാണ് ആരോപണം. അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത പ്രദേശം ഉപേക്ഷിച്ചു പോയിരിക്കുകയാണ് ഭൂരിഭാഗ ഗുണഭോക്താക്കളും. പെരിയ വില്ലേജിലെ നാലക്കരയിൽ ചെങ്ങറ പുനരധിവാസ പാക്കേജിന്റെ ഭാഗമായി 160 ഏക്കർ ഭൂമിയാണ് അനുവദിച്ചത്. 2010-ൽ 85 കുടുംബങ്ങൾക്കാണ് വീടും സ്ഥലവും അനുവദിച്ചത്. വാസയോഗ്യമല്ലാത്ത വീടുകളാണ് നിർമ്മിച്ചു നൽകിയതെന്ന് ഗുണഭോക്താക്കൾ ആരോപിക്കുന്നു. ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളില്ല. വാസയോഗ്യമല്ലാത്തതിനാൽ തന്നെ പലരും തിരിച്ചുപോയി. 26 കുടുംബങ്ങൾ മാത്രമാണ് സ്ഥിരതാമസമായിട്ടുള്ളത്. അത്യാവശ്യം ഇപ്പം ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ഭൂമിയാണ് വേണ്ടത്. ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഞങ്ങളുടെ 126 ഏക്കർ ഭൂമി ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള നല്ല ഭൂമിയുണ്ട്. ഞങ്ങൾക്ക് ആ ഭൂമി ഞങ്ങൾക്ക് അത്യാവശ്യം അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. വേറെ ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങളുടെ ആ ഭൂമി തന്നാൽ ഞങ്ങൾ വീട് വെക്കുക, അതൊക്കെ പിന്നത്തെ കാര്യം. വീട് വെക്കാതെ ഞങ്ങൾ അതിന് അയ്യത്ത് കിടന്നോളാം. ഞങ്ങളുടെ ആ ഭൂമി ഞങ്ങൾക്ക് ആദ്യം തന്നേച്ചാൽ മതി. 13 വർഷത്തിലേറെയായിട്ടും ഭൂമി അളന്നു നൽകിയിട്ടില്ല. പുനരധിവാസത്തിന്റെ ഭാഗമായി സർക്കാർ നിർദ്ദേശപ്രകാരമെത്തിയ 85 കുടുംബങ്ങൾക്കുള്ള ഭൂമിയെങ്കിലും നൽകണമെന്നാണ് ആവശ്യം. നമ്മൾ ഈ നാട്ടിൽ വന്നു, നമ്മൾ കഴിച്ചോ കുടിക്കാൻ ചോദിക്കാനൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിക്കാനുണ്ടോ? ഈ നാട്ടിലൊരു മനുഷ്യൻ, ഞങ്ങൾ അന്യനാട്ടിൽ നിന്ന് വന്നവരാ. എൻ്റെ ഈ സാറ് മാത്രമുണ്ട്. എനിക്ക് വയ്യാതെ വരുമ്പോൾ എനിക്ക് കാശ് തരും. വീട്ടിൽ ചെന്ന് ആഹാരം ഇപ്പോഴും കണ്ടു പറയാം, കാല് വയ്യെങ്കിൽ വണ്ടിയും കൊണ്ടുവരാം, വീട്ടിൽ പോയി ആഹാരം കഴിക്കാൻ പറയുന്നുണ്ട്. ആ പൈസ ഇല്ലെങ്കിൽ എനിക്ക് പൈസ തരും. നാട്ടിൽ പോകാനൊക്കെ എനിക്ക് പൈസ തരും. അങ്ങനെയൊക്കെ എന്നെ സഹായിക്കാൻ ഈ ഒരാൾ മാത്രമേ ഉള്ളൂ. കൃഷിക്കായി അനുവദിച്ച സ്ഥലം ചെങ്കൽപ്പാറയായതിനാൽ അതും തിരിച്ചടിയായി. കൃഷിയോഗ്യമായ സ്ഥലം അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. പുനരധിവാസ പാക്കേജിലെ വ്യവസ്ഥകൾ അട്ടിമറിച്ചു. സർക്കാരിന്റെ ഉറപ്പ് നിറവേറ്റിയില്ലെങ്കിൽ തുടർ സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.